അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. അൻസിബയെ അമ്മയിൽ നിന്നും പുറത്താക്കാൻ കൊണ്ടുപിടിച്ച ആലോചനകൾ നടക്കുകയാണ്. ഇപ്പൊ എന്താ പറഞ്ഞ? അൻസിബയെ അമ്മയിൽ നിന്ന് പുറത്താക്കണം. അമ്മ മുൻ പ്രസിഡന്റായിരുന്ന മോഹൻലാൽ പോലും എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. ദൃശ്യത്തിൽ തന്റെ മൂത്ത മകളായി അഭിനയിച്ച അൻസിബയ്ക്കായി നിലകൊള്ളാൻ സാധ്യത കുറവാണ് എന്നാണ് ഞാൻ അറിഞ്ഞത്. അയാൾ അച്ഛ എന്ന് വിളിച്ച് മൂന്ന് പാർട്ടിൽ അഭിനയിച്ചല്ലോ. അതിവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലേ, പ്രത്യേകിച്ച് വാർത്തയൊന്നുമല്ല. ഇനി 4 5 കൊണ്ടെന്ന് മോഹൻലാൽ എന്നെ പറയുന്നു. അപ്പൊ അതിലുമൊക്കെ അൻസിബ അഭിനയിക്കേണ്ടതാണ്. എന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ പോലും ഒരു മോറൽ സപ്പോർട്ട് അൻസിബയ്ക്കില്ല. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. അങ്ങനെ മോറൽ സപ്പോർട്ട് കൊടുത്താൽ പുറത്താക്കാൻ വെമ്പൽ കൊള്ളുന്നവർ ലാലിനെതിരെ കഥകളുമായി വരാൻ ഒരു മടിയും കാണിക്കില്ല. അതിനുള്ള തൊലിക്കെട്ടിയുള്ളവരാണ് ഈ കൂട്ടർ എന്നും അറിയുന്നു. അവനൊക്കെ തല്ലിക്കൊല്ലണം. അത് ശരിയാ, തല്ലിക്കൊല്ലേണ്ട കേസാ. അതുകൊണ്ടായിരിക്കണം മോഹൻലാൽ പതുക്കെ ന്യൂട്രലിൽ നിൽക്കുന്നത്. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. മോഹൻലാലിനെ 3 ഭാഗങ്ങളിൽ അച്ഛ എന്ന് വിളിച്ച് അഭിനയിച്ച അൻസിബയോടൊപ്പം എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. അൻസിബയോടൊപ്പം മോഹൻലാൽ നിൽക്കില്ല. ഈ അറിവ് എവിടുന്ന് കിട്ടി? ന്യായം ആ കുട്ടിയുടെ പക്ഷത്താണോ എന്ന് ചോദിച്ചപ്പോൾ ന്യായമായും നീതിപൂർവവും അമ്മയിൽ ആര് നോക്കുന്നു എന്ന മറുചോദ്യമാണ് ഉയരുന്നത്. ന്യായം ആ കുട്ടിയുടെ ഭാഗത്തല്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ വിളിച്ചു ചോദിച്ചവരൊക്കെ പറഞ്ഞത് ന്യായമൊക്കെ അൻസിബയുടെ ഭാഗത്താണ്. പക്ഷെ നമ്മൾ മറ്റേ കൂതറകളെ കൂടെ നിൽക്കൂ. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.